നമസ്കാരം. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഒരു വീട്ടമ്മ നടത്തിയിരിക്കുന്നത്. 2022 മലപ്പുറത്ത് വെച്ച് തനിക്ക് നേരിട്ട ദുരനുഭവങ്ങളാണ് യുവതിയുടെ വെളിപ്പെടുത്തലിലുള്ളത്. മലപ്പുറം മുൻ SP സുജിത് ദാസ്, തിരൂർ മുൻ DYSP VV ബെന്നി, പൊന്നാനി മുൻ CI വിനോദ് എന്നിവർ തന്നെ ചൂഷണം ചെയ്തുവെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. പോലീസ് ഉന്നതർ പരസ്പരം കൈമാറിയായിരുന്നു പീഡനമെന്നും യുവതി പറയുന്നു. PV അൻവർ വെളിപ്പെടുത്തിയതോടെയാണ് താനും ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് എന്ന് വീട്ടമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. SP സുജിത് ദാസ് 2 തവണ തന്നെ ബലാത്സംഗം ചെയ്തു. എന്നാൽ പരാതി പറയരുത് എന്ന് സുജിത് ദാസ് ഭീഷണിപ്പെടുത്തി. മുഖ്യമന്ത്രി തന്റെ അങ്കിളാണ് എന്ന് പറഞ്ഞു. 2ാമത്തെ തവണ ബലാത്സംഗം ചെയ്യുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ കൂടെയുണ്ടായിരുന്നു. അത് കസ്റ്റംസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് എന്നും അയാൾക്ക് കൂടി വഴങ്ങണമെന്നും SP സുജിത് ദാസ് ആവശ്യപ്പെട്ടു. എന്നാൽ താൻ സമ്മതിച്ചില്ല എന്നും വീട്ടമ്മ പറയുന്നു. വസ്തുസംബന്ധമായ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു താൻ പോലീസിനെ സമീപിച്ചത്. പൊന്നാനി CI വിനോദിനാണ് പരാതി നൽകിയത്. എന്നാൽ CI വിനോദ് വീട്ടിലെത്തി തന്നെ ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു. ഈ പരാതി DYSP ബെന്നിക്ക് കൈമാറി. ബെന്നിയും വീട്ടിലെത്തി തന്നെ ഉപദ്രവിച്ചു. പരിഹാരമില്ലാത്തതിനാൽ മലപ്പുറം SP കണ്ടു. പരാതി നൽകാനെത്തിയ യുവതിയെ പോലീസ് ഉദ്യോഗസ്ഥർ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. മലപ്പുറം മുൻ SP സുജിത് ദാസ്, തിരൂർ മുൻ DYSP VV ബെന്നി, പൊന്നാനി മുൻ CI വിനോദ് എന്നിവർ ചൂഷണം ചെയ്തുവെന്നാണ് യുവതി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ആരോപിച്ചിരിക്കുന്നത്. പോലീസ് ഉന്നതർ പരസ്പരം യുവതിയെ കൈമാറി ചൂഷണം ചെയ്തു. ജനത്തിന് നീതി നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നിയമവ്യവസ്ഥയെ തകിടം മറിച്ച് പിണറായിയുടെ ഭരണത്തിൽ തങ്ങൾ ബലാത്സംഗത്തിന്റെ കാര്യത്തിൽ ചട്ടമ്പികളാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഒരു CIക്ക് കൊടുത്ത പരാതി പരിഹാരമാകാതെ വന്നപ്പോഴാണ് DYSPക്ക് പരാതി കൊടുക്കുന്നത്. അതിനും പരിഹാരമാകാത്തതിനെ തുടർന്നാണ് SPക്ക് യുവതി പരാതി നൽകിയത്. സുജിത് ദാസ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും വെളിപ്പെടുത്തലുണ്ട്. സുജിത് ദാസും പരാതി അട്ടിമറിക്കുകയായിരുന്നു. കൊന്നുകളയുമെന്ന് വരെ ഭീഷണിപ്പെടുത്തി. കസ്റ്റംസ് ഓഫീസർക്കും വഴങ്ങിക്കൊടുക്കണമെന്ന് നിർബന്ധിക്കുകയുണ്ടായി. അവിടെ താൻ രക്ഷപ്പെട്ടോടുകയായിരുന്നു. പരാതിയിൽ യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല എന്നും യുവതി പറയുന്നു. പിണറായി ഭരണത്തിലെ ജീർണിച്ച ആഭ്യന്തര വകുപ്പിന്റെ ദുരവസ്ഥയാണ് കേരളം ഈ കാഴ്ചയിലൂടെ മനസ്സിലാക്കുന്നത്. യുവതിയുടെ വെളിപ്പെടുത്തലിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. പറയാൻ പോകുന്നത് ഞാൻ അനുഭവിച്ച വേദനയാണ്. ഞാൻ വിനോദ് സാറിന്റെ അടുത്ത് പരാതിയുമായി പോയി. വീടിന്റെ അവകാശത്തിന്റെ കാര്യത്തിനാണ് പോയത്. ഞാൻ അങ്ങോട്ട് വരാമെന്ന് സാർ പറഞ്ഞു. ഞാനും വീട്ടിലുള്ള പെണ്ണും തിണ്ണയിൽ കിടക്കുകയായിരുന്നു. 9:30 സമയത്ത് വാതിലിൽ വന്ന് മുട്ടി. ഞാൻ തുറന്നു. ഇതാരാണ് എന്ന് കൂടെയുള്ള പെണ്ണ് ചോദിച്ചു. പൊന്നാനി CI ആണ് എന്ന് ഞാൻ മറുപടി പറഞ്ഞു. ഞങ്ങൾ തിണ്ണയിലിരുന്ന് സംസാരിച്ചു. രഹസ്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് റൂമിലേക്ക് വിളിച്ചു. റൂമിൽ ചെന്നപ്പോൾ കഥ കടയ്ക്കാൻ പറഞ്ഞു. ഞാൻ അടച്ചു. ബലമായി എന്നെ പിടിച്ചപ്പോൾ എനിക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. എന്താണ് വാതിൽ തുറക്കാതിരുന്നത് എന്ന് കൂടെയുള്ള പെണ്ണ് ചോദിച്ചു. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ 2 കുട്ടികളുടെ ഉമ്മയാണ് എന്ന് പറഞ്ഞു അവൾ. വേറെ കാര്യമാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞ് അയാൾ പോയി. പിന്നീട് ഈ കേസ് സംബന്ധിച്ച് നിയമ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല. വീണ്ടും പരാതി എഴുതി DYSP ബെന്നിക്ക് നൽകി. DYSP ബെന്നി പരാതി മുഴുവൻ വായിച്ചു. അത് തേഞ്ഞു പോകില്ലല്ലോ, അവിടെ തന്നെ കാണുമല്ലോ എന്നും പറഞ്ഞു. പിന്നീട് വെറുതെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. കുറെ നാൾ ഇതിനെക്കുറിച്ച് യാതൊരുവിധ വിവരങ്ങളും ഉണ്ടായില്ല. ഒരു ദിവസം DYSP സാധാരണ ഡ്രസ്സിൽ വീട്ടിൽ കയറി വന്നു. നിന്റെ കാര്യം ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇരുന്ന് ജ്യൂസ് കുടിച്ചു. എന്നെ പിടിച്ചു വലിച്ചു. പക്ഷെ ഞാൻ വഴങ്ങിക്കൊടുത്തില്ല. എന്നെ ഉമ്മ വെച്ച ശേഷം മടങ്ങിപ്പോയി. 2-3 മാസത്തേക്ക് ഇത് സംബന്ധിച്ച് യാതൊരുവിധ വിവരവും ഉണ്ടായില്ല. പരാതി നൽകാനായി SP ഓഫീസിൽ 3 തവണ കയറി ഇറങ്ങി. എൻ്റെ റൂമിലേക്ക് വരൂ, അവിടെ വെച്ച് സംസാരിക്കാമെന്ന് SP പറഞ്ഞു. അവിടെ വെച്ച് ഞാൻ പീഡിപ്പിക്കപ്പെട്ടു. എൻ്റെ വീടും ശരിയായില്ല. വിനോദ് ചെയ്തതിനും നടപടി ഉണ്ടായില്ല. 3 പേരും ചേർന്ന് എന്നെ മുതലാക്കി. എനിക്ക് നീതി ലഭിച്ചില്ല. ഒരു ദിവസം SP വിളിച്ച് സംസാരിച്ചു. അക്കൗണ്ട് വിവരം ചോദിച്ചു. ഇഷ്ടമുള്ള അത്രയും പൈസ എടുത്തോളൂ എന്ന് പറഞ്ഞു. പേടിയാണ്, പൈസ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അയാൾ എന്നെ നിർബന്ധിച്ചില്ല. പിന്നീട് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുമില്ല. അയാളുടെ ഓഫീസിൽ വെച്ചാണ് സംസാരിച്ചത്. സിറ്റ് ഔട്ടിലിട്ട് എൻ്റെ ചെരുപ്പ് അയാൾ അകത്ത് കൊണ്ടുവന്നു. 1:30 മണി മുതൽ 4:30 മണി വരെ അയാൾ എന്നെ ഉപദ്രവിച്ചു. അയാൾ മദ്യലഹരിയിലായിരുന്നു. എന്നെയും കുടിക്കാനായി നിർബന്ധിച്ചു.
പെണ്ണുങ്ങൾക്കുള്ള ബിയറാണ് എന്ന് പറഞ്ഞുവെങ്കിലും ഞാൻ കുടിച്ചില്ല. പുറത്ത് പറഞ്ഞാൽ പുറം ലോകമില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. 2 കുട്ടികൾക്ക് ഉമ്മയില്ലാതാക്കും എന്നും പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് ഞാൻ പറഞ്ഞതിനപ്പുറമില്ല എന്നാണ് SP പറഞ്ഞത്. മറ്റുദ്യോഗസ്ഥരും ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കൂ എന്നും പറഞ്ഞു. ഞാൻ ഒന്നും പറയില്ല എന്ന് തലയിൽ കൈവച്ച് സത്യം ചെയ്തു. കുറച്ച് ദിവസം നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നെ അതങ്ങ് മറന്നു. വീണ്ടും പരാതിയുമായി പോയാൽ എന്നെ ഉപദ്രവിക്കില്ലേ? ഉപദ്രവിച്ച ആളുകളോട് തന്നെയല്ലേ പരാതി പറയേണ്ടത് എന്നും യുവതി ചോദിക്കുന്നു.